നമുക്ക് ബാലിന്റെ കോമഡിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡെയിലി സ്റ്റോറിക്കകത്ത് വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങൾ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവില് മിത്ര തന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ആരിനെ വിട്ട് അവിടേക്ക് വരത്തില്ല. എനിക്ക് ആര്യൻ എന്റെ ഭർത്താവാണ്. അങ്ങനെ ഒടുവില് അനന്തനും നന്ദിതയൊക്കെ തിരികെ പോവാണ്. ഈ സമയത്ത് ഇതെല്ലാം കേട്ട് മുറിയിലിരുന്ന് ആരിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മുറിയിലേക്ക് വരുവാണ്. മിത്ര മുറിയിലേക്ക് വന്ന ഉടനെ ആര്യൻ എന്ത് ചെയ്തു? ഓടിപ്പോയി മിത്ര അങ്ങോട്ട് വട്ടം കെട്ടിപ്പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചു. ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മിത്രയും ആര്യനെ ചേർത്ത് പിടിച്ചു. കുറച്ച് നിമിഷം അവരങ്ങനെ നിന്നു. പിന്നീട് മിത്ര ആര്യനോട് പറഞ്ഞു, ആര്യൻ എന്താ വിചാരിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ആര്യനെ ബെഡിലേക്ക് പോയിരുന്നു. കരയുവാണ്. ആന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മിത്ര പറഞ്ഞു, കരയൊന്നും വേണ്ട. എന്തിനാ കരയണേ? നമ്മൾ രണ്ടുപേരും ആവശ്യത്തിന് മിച്ചം കരഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല. ആരും വിചാരിച്ചോ ഞാൻ പോകൂന്ന്? അങ്ങനെ അങ്ങോട്ട് ആരിനെ സൂഹിക്കാൻ വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ? അതെ, അതിനൊക്കെ ഈ കാക്ക മലർന്ന് പറക്കണം, അല്ലെങ്കിൽ എന്തേ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തേലും സംഭവിക്കണം എങ്കിൽ മാത്രമേ ഈ മിത്ര ആരിനെ വിട്ടു പോകത്തുള്ളൂ. നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പം ഞാൻ ഇട്ടിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചിലപ്പം ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അത് പിന്നെ മിത്ര, നീ പോകാൻ സമയത്ത് ഞാൻ പോവണ്ടെന്ന് പറയാനായിട്ട് കൈ ഉയർത്തിയതാ, പക്ഷെ നീ അത് കണ്ടില്ല. മിത്ര പറഞ്ഞു, ഞാനത് കണ്ടായിരുന്നു. ശരിക്കും എനിക്കപ്പോൾ ആരിനോട് തോന്നിയത് എന്താണെന്നറിയോ? ദേഷ്യം. എന്നെ മനസ്സിലാക്കിയിട്ടില്ലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ ഇട്ടിട്ട് പോന്ന് കരുതിയോ? ആരിനില്ലെങ്കിൽ മിത്രയില്ല, മിത്ര ഇല്ലെങ്കിൽ ആരിനും ഇല്ല. ഇനിയിപ്പൊ ആരിൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയാലും ഞാൻ പോന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരിനാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കും? അത് പിന്നെ ഞാന് എന്നെ എങ്ങാനും ഇവിടുന്ന് പറഞ്ഞു കൊണ്ടെന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊല്ലത്തുള്ളായിരുന്നു പറഞ്ഞോണ്ട് ആ കഴുത്തേലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. അതെ, ആന്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഉണ്ടാവും. ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതെ, മുമ്പ് നീ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലേ? അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. എന്ത് മുമ്പ് നിന്റെ വീട്ടുകാരോട് പറഞ്ഞേ? അമ്പടാ, അങ്ങനെ അങ്ങോട്ട് സൂഹിക്കണ്ട. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ, ഉള്ളതൊന്നും അല്ല, ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആരും ഒന്ന് പോടുന്നു. അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മിത്ര ചിരിക്കുവാണ്. ആന്യ ഭയങ്കര സന്തോഷമായി. കാരണം ആന്യ മനസ്സിലായി മിത്ര എത്രമാത്രം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള സത്യം. ഇതേ സമയത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ പോയി അച്യുതൻ പറഞ്ഞ, എല്ലാ സമയം നമ്മൾ തന്നെയാ തോക്കുന്നേ, ഒരിടത്തും ജയിക്കാൻ പറ്റിയിട്ടില്ല, ഇന്ന് വരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, നമ്മളും ഇത്രയെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അനന്തേട്ടനും നന്ദി ചേച്ചിയും കൂടെ ഒരു നാടകം കളിച്ചാട്ടെ എനിക്ക് തോന്നേ. അതുകൊണ്ട് രണ്ടുപേരും കൂടെ മുറിയിൽ പോയി കഥ അടച്ചിരിക്കുമല്ലേ, പുറത്തേക്ക് ഇറങ്ങി വന്നോന്ന് നോക്കിയേ. വെറുതെ പോയി ഒരു നാടകം കളിച്ചിട്ടും കൂടെ തിരികെ പോന്നു, അവളെ വിളിക്കുന്ന പോലെ അഭിനയിച്ചിട്ട്. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവരെ തമ്മിൽ അങ്ങനെ പെട്ടെന്നൊന്നും അകറ്റാൻ പറ്റില്ല. മിത്ര ആരിനെ എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ ആരിന് വേണ്ടിയിട്ട് മിത്ര എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ട്രാവൽ ഏജൻസി തുടങ്ങാനായിട്ട് മിത്രയാണ് ആരിനോടൊപ്പം എന്തിനും ഏതിനും നിൽക്കുന്നത്. അവർക്ക് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ഭാര്യ ഭർത്താക്കന്മാരാ. അതെന്താ അച്യുതേട്ടനൊന്നും മനസ്സിലാക്കാത്തെ? ഭാര്യ ഭർത്താക്കന്മാര്. അതെ, ഒരു കാര്യം ഞാൻ പറയാം, എന്താണെങ്കിലും എനിക്കിത് സഹിക്കാനും ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാത്തിടത്തും ഒരു തോൽവി. രാജശ്രീ പറഞ്ഞു, അതെ, എത്ര കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. എല്ലാത്തിനും ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? എല്ലാത്താണ് അവര് മാത്രം ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, എന്റെ മോനകത്ത് അവര് നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ സമയത്ത് എന്റെ മോൻ ജയിലില്. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എന്തിനാ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? അതിന്റെ ആവശ്യമുണ്ടോ? അവരെ തമ്മിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും പിരിക്കാൻ ശ്രമിക്കരുതായിരുന്നു. അവർ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുമല്ലേ. പിന്നെ സന്തോഷം നിനക്കതൊക്കെ പറയാടാ. എന്റെ വേദന എനിക്കും അറിയത്തുള്ളൂ. പിന്നീട് നേരെ ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് വന്നു അച്യുതന്. അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മോൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ. അമ്മ, ഞാൻ എന്തേലും കടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, മോനെ, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യമായിട്ടല്ലേ സത്യം ചെയ്ത് പറയണേ. ഇത് നെഞ്ചത്തടിച്ച് തന്നെ ഞാൻ പറയണേന്ന് പറഞ്ഞു നെഞ്ചിലിട്ടൊക്കെ വലിച്ചിടിക്കുവാണ് അച്യുതന്. എന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ പുറത്തിറങ്ങിയില്ലേ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും രാജശ്രീ വന്നിട്ട് പറഞ്ഞു, എന്താ അച്യുതേട്ടെ പറയണേ? അതേടി, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? നമ്മൾ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല.
നമുക്ക് ഒറ്റ മോനല്ലേ ഉള്ളൂ, അവനെ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന യാതൊരു അർത്ഥവും ഇല്ലാന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പം രാജശ്രീക്ക് ഭയങ്കര വിഷമമായി. ഇന്ദിരാമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ടാ. കാരണം തന്റെ മകനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുവോ എന്നൊരു ഭയം ആ അമ്മയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മുറ്റത്തേക്ക് വരുമ്പോൾ ഇന്ദിരാമ്മ ഗോമതിയെ വിളിച്ചു. അങ്ങനെ ഗോമതി അങ്ങോട്ട് ചെന്നു. ഗോമതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ കരയുവാണ്. ഇന്ദിരാമ്മ പറഞ്ഞു, ഞാൻ ബാലിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ ചോദിക്കാനും പറയാനും പാടില്ലായിരുന്നു. എങ്കിലും എനിക്ക് അവനോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നു. എൻ്റെ കൊച്ചുമോന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ ഒരു പ്രതിസന്ധിയിലായി പോയായിരുന്നു ഗോമതി, നിനക്കറിയാലോ. അല്ല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. നീ ഒരമ്മയാണ്, നിന്റെ മകളാണ് അനുശ്രീ. എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദന എന്താന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനും വേദന അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അനുശ്രീക്ക് നീതി കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവൾ എന്റെ കൊച്ചുമോളല്ലേ. അതുപോലെ തന്നെ അലോക് എന്റെ കൊച്ചുമാനോ. ആരോടൊപ്പം നിൽക്കണം, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയാ. പക്ഷേങ്കില് അച്യുതൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി മരിച്ചെന്ന് വരും. പക്ഷെ അനുസരയുടെ ഭാഗത്ത് നിൽക്കാതിരിക്കാനും പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. എനിക്കറിയാം നിന്നോടിതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കാരണം നീ ഒരമ്മയാണ്, നിന്റെ മകളാണ് അനു. അവൾ അനുഭവിച്ച വേദന നിനക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗോമതി, എന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ പൊട്ടിക്കരയാണ്. എങ്ങാനും അവന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ പറയുമ്പോഴത്തേനും ഇന്ദിരാമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതിക്ക് ഇന്ദിരാമ്മനെ എന്ത് പറഞ്ഞ് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. കാരണം അമ്മയുടെ മനസ്സിലെ വേദന ഗോമതി മനസ്സിലാക്കുന്നുണ്ട്. ഒരു വശത്ത് അലോക്, ഒരു വശത്ത് അനുശ്രീ, രണ്ടുപേരും കൊച്ചുമക്കളാണ്. അപ്പൊ അവരിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് പോലും അറിയില്ല. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിഷമാവും. പക്ഷെ ഇപ്പൊ ഒരാൾക്ക് സംഭവിച്ചില്ലെങ്കിൽ, അനുവിന് നീതി കിട്ടിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. ആ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ഇന്ദിരാമ്മ അവിടുന്ന് പോകുന്നത്. ഗോമതിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അങ്ങനെ പിന്നീട് കോടതിയിലേക്ക് അരുണും അതുപോലെ അനുവും ബാലനും ഗോമതിയൊക്കെ വന്നു. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് വക്കീൽ അവിടേക്ക് വന്നേ. വക്കീൽ വന്നിട്ട് ബാലനോടും ഗോമതിയോടും പറഞ്ഞു, അതെ, എന്താണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്ന് പറയും കോടതിയിൽ. കാരണം ഇന്നത്തെ വാദം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചിലപ്പം അലോകിന് ഇന്ന് ശിക്ഷ കിട്ടാനായിട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, വക്കീലെ, ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതെ അതെ, ശിക്ഷ കിട്ടും, കുറഞ്ഞൊരു 7 വർഷമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അനുശ്രീയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ അത്ര സ്ട്രോങ് ആയിരുന്നല്ലോ. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ കോടതിക്ക് ഒരു സംശയമുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇന്ന് മിക്കവാറും വീണ്ടും അനുശ്രീയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരാം. അത് ഏത് ഭാഗമെന്ന് വെച്ചാൽ അനുശ്രീ ആ ഇറങ്ങിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നീട് അനുശ്രീയോട് പറഞ്ഞു, അനു, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതൊക്കെ വ്യക്തമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ അനുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ. ഗോമതി പെട്ടെന്ന് ബാലിനെ വിളിച്ചു. ബാലേട്ട, ഒരു മിനിറ്റ് ഒന്ന് വന്നേന്ന് പറഞ്ഞു. എന്താ? അങ്ങനെ ബാലിനെ വിളിച്ചങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയി. ബാലേട്ട, എനിക്ക് നല്ല പേടിയുണ്ട്, അലോകിന് ശിക്ഷ കിട്ടുമല്ലേ? നീ എന്താ ഗോമതി ഇങ്ങനെ പറയണേ? ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കേസ് കൊടുത്തേ. ബാലേട്ട, അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരിക്കും. അമ്മ നെഞ്ചു പൊട്ടി മരിക്കും എന്നാ പറയണേ. ഗോമതി, ഈ പറയുന്ന ഇന്ദിരാമ്മയുടെ കൊച്ചുമോള് തന്നെയല്ലേ അനു എന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാ അമ്മ, പക്ഷെ ആരുടെ ഭാവം പറയുന്നില്ല. അലോകിന്റെ അനുവിന്റെയും ഭാവം പറയുന്നില്ല. പക്ഷേ അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ വക്കീൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അലോകിന് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ. ഗോമതി, അവന് ശിക്ഷ കിട്ടട്ടെ. അവൻ നമ്മുടെ മോളോട് തെറ്റ് ചെയ്തു, അപ്പൊ പിന്നെ അവന് ശിക്ഷ കിട്ടണ്ടേ? ദേ അനു നമ്മുടെ മോളല്ലേന്ന് ചോദിച്ചു. അതെ ബാലേട്ട, കാര്യമൊക്കെ ശരി തന്നെ. കോടതി ശിക്ഷിക്കുന്ന എന്തിനാ? നന്നാവാൻ വേണ്ടിയിട്ടല്ലേ? ഒരു പക്ഷെ അല്ലാതെ അവൻ നന്നായാലോ? എങ്ങനെ നന്നാവൂന്ന് അവന്? നിനക്ക് എന്താ ഗോമതി? ബാലേട്ട, എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. എങ്ങാനും അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് 7 വർഷമല്ല 70 വർഷം കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം അവൻ അതുപോലത്തെ വൃത്തിയായിട്ട് പരിപാടിയില്ലേ ചെയ്തു വെച്ച നമ്മളുടെ മോളുടെ ജീവിതം അവൻ തല്ലിക്കെടുത്തിയത്. ബാലേട്ട, ബാലേട്ട അങ്ങനെ പറയരുത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേ ഗോമതി, ഈ കാര്യത്തിൽ നമ്മൾ നമ്മളുടെ സംസാരം വേണ്ടാന്ന് പറഞ്ഞ് ബാലൻ അങ്ങ് തിരിഞ്ഞിറങ്ങുമ്പോഴത്തേനും ഗോമതി വീണ്ടും വിളിച്ചു. ബാലേട്ട, ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. എൻ്റെ അമ്മ എന്നെ കാണാമെന്ന് പറഞ്ഞെന്താണെന്നറിയോ? അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ നെഞ്ചു പൊട്ടി മരിക്കുന്ന എന്നും പറഞ്ഞ് അനുവിന് നീതി കിട്ടില്ലെന്നും അമ്മ പറയണില്ല. പക്ഷെ കുറെ വർഷം ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത്.
എന്റെ നെഞ്ചി വിങ്ങുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ അതൊക്കെ ഓർത്ത് ഞാൻ കരയേണ്ട വരത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ബാലൻ പറഞ്ഞു, ഗോമതി, ശിക്ഷ വിധിക്കുന്നതൊക്കെ നമ്മളല്ല, അതൊക്കെ ജഡ്ജാണ്, അവരെന്താന്ന് ചെയ്യട്ടെ. എന്നാലും ബാലേട്ടാ, നമ്മൾ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ ശിക്ഷ വിധിക്കുന്നേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് എന്റെ മോളോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ മോൾക്കുണ്ടായ ദുർവിധി ഇനി ഒരു പെണ്ണിനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല, ഞാൻ എന്റെ മോളെ മാത്രം നോക്കുള്ളെന്ന് ബാലൻ ഉറപ്പിച്ചു പറഞ്ഞു ഗോമതിയോട്. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ആരും കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. ബാലന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോമതി വല്ലാത്തൊരു ഞെട്ടലിലായി. കാരണം അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മയെ നഷ്ടപ്പെടുമെന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിനെ അലട്ടി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.